ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാം കേരളക്കരയിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ മുസ്ലിം സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും വേണ്ടി സ്ഥാപിതമായൊരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 1926 തുടങ്ങി അതിൻ്റെ 100ാം വാർഷികം കാസർഗോഡ് കുണിയിൽ വെച്ച് ഇപ്പോൾ 2026 ഇപ്പോൾ കഴിഞ്ഞു. ഫെബ്രുവരി മാസം വളരെ വിപുലമായി ഒട്ടേറെ പ്രോഗ്രാമുകളുടെ ഒട്ടേറെ പരിപാടികളായി നടത്തപ്പെട്ടു. ക്യാമ്പുകൾ വളരെ പ്രൗഢമായി പല നേതാക്കന്മാരും മഹത്തുക്കളും പണ്ഡിതന്മാരും ജനലക്ഷങ്ങൾ സാക്ഷിയായി നടത്തപ്പെട്ടു. ഇത് വളരെ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം പറയുന്നത് ഒരു വിഷയം പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അടുത്ത ദിവസം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ നിന്നും വേർപിരിഞ്ഞു പോയ 1989 വേർപിരിഞ്ഞു പോയി 6 പണ്ഡിതന്മാർ. അതെല്ലാവർക്കും അറിയാം. അതൊരു ചരിത്രമാണ്. ഇന്നലകളിൽ കഴിഞ്ഞ സംഭവങ്ങൾ ഇന്നിൻ്റെ ചരിത്രമാണല്ലോ. അവർ പുറത്തു പോയി പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ സമസ്തയുടെ അതേ പേരിൽ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, ഇങ്ങനെ എല്ലാം ഒരു സുന്നി ചേർത്തുകൊണ്ട് പുതിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കി. കുഴപ്പമില്ല. ഒരു ഇസ്ലാമിക പ്രവർത്തനത്തിന് വേണ്ടി ഒരു കമ്മിറ്റി, ഒരു സംഘം, ഒരു പ്രസ്ഥാനം ഇതൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ആർക്കൊരു വിഷയമില്ല. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ഏത് സംഘടന ഉണ്ടാക്കാനും നിയമപരമായിട്ട് ആർക്കും പറ്റും. ഇന്ത്യൻ നിയമത്തെ പാലിച്ചുകൊണ്ട്, ഇന്ത്യൻ ഭരണഘടനയെ പാലിച്ചുകൊണ്ട് ആർക്കും ഏത് പ്രസ്ഥാനം ഉണ്ടാക്കുക, ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ 89 പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കിയതാണ്. അതാർക്കും അറിയുന്ന വിഷയമാണ്. പക്ഷേ ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത്, ഈ 89 തുടങ്ങിയ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികം ആഘോഷിക്കാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് നീതീകരിക്കാനാവുക എന്നതാണ് നമ്മുടെ ചോദ്യം. യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളൊന്നും അറിയാത്ത, അല്ലെങ്കിൽ അറിയുന്നവരോടും അറിയാത്തവരോടും ചരിത്രപരമായി കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ ഇത്? എങ്ങനെയാണ് ഇത് നീതീകരിക്കാനാവുക? ഇനി നമ്മൾ വേറൊരു വിഷയം പറയാം. ഇത്രയൊക്കെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, ഞങ്ങളാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങിയത് മുതലുള്ള തുടർച്ചയായിട്ടുള്ള പ്രസ്ഥാനം ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 100ാം വാർഷികം ആഘോഷിക്കുക. ഈ 100ാം വാർഷികം ആഘോഷിച്ചു എന്നതുകൊണ്ട് സ്വർഗത്തിന് പ്രത്യേക സ്ഥാനം കിട്ടുമോ? ഈ 100ാം വാർഷികം ആഘോഷിച്ചില്ല എന്ന് വിചാരിച്ച് കെട്ടേണ്ട സ്വർഗം നഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ ആഘോഷിച്ചിട്ടില്ലെങ്കിൽ നരകത്തിലെ അടിയിൽ തട്ടിപ്പോവോ? ഒന്നുമില്ല. അങ്ങനെയുണ്ടല്ലോ, എന്താ പറയുക, ഒരു സംഗതി ചെയ്യുമ്പോൾ അതിനൊരു യാഥാർത്ഥ്യം നിലകൊള്ളണ്ടേ? ഞാൻ പറഞ്ഞു, ഇന്നലെ കഴിഞ്ഞ സംഭവങ്ങൾ ഇന്നിൻ്റെ ചരിത്രമാണെന്നും. നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച് വരക്കൽ മുല്ലക്കോയ തങ്ങളെ രൂപീകരിച്ച് ഇങ്ങനെ തുടർന്ന് പോരുന്നതിന് കൃത്യമായ അതിന് നേതാക്കന്മാരുടെ ഓരോരോ പാരമ്പര്യമുണ്ട്, ഒരു സനതുണ്ട്. അതിന് സുന്നികളെന്ന് പറയും, പ്രത്യേകിച്ച് സനദിന് വലിയ പ്രാമുഖ്യം കാണുന്നവരാണല്ലോ. നമ്മളെ ഉസ്താദുമാരുടെ ഗുരുവര്യന്മാരുടെ പരമ്പര പറയുമ്പോൾ നമ്മളിങ്ങനെ പറയും, പറഞ്ഞ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളിലെത്തും. അതതിൻ്റെ രീതിയാണ്, അതിൻ്റെ ഒരു ഗുരുത്താണ്, പൊരുത്താണ്. പഴയകാല സമസ്തയിലുള്ള ആളുകൾ ഇന്നും ഉണ്ട് പലരും. അപ്പോൾ ഇതിൻ്റെ ഒരു സംവിധാനമാണല്ലോ. ഇങ്ങനെ പോരുന്ന ഈ സംവിധാനത്തിൽ, ഈ ഒരു പ്രസ്ഥാനത്തിൽ 89 6 ആളുകൾ പുറത്തുപോയി. പുറത്തുപോയി എന്തോ ചെയ്യട്ടെ, അതൊന്നും ഇവിടെ ചർച്ചയല്ല. പുറത്തു പോയിട്ട് പുതിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കാം. ആർക്കും പ്രസ്ഥാനം ഉണ്ടാക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും പ്രസ്ഥാനം ഉണ്ടാക്കാം. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് മുസ്ലിം ലീഗ് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു സമുദായ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. നാഷണൽ ലീഗ് ഉണ്ടായി. കുറേ പ്രവർത്തിച്ചു. ഇപ്പം എന്താ അതിൻ്റെ അവസ്ഥ നമുക്ക് പറയണ്ട, അതിനെപ്പറ്റി നമ്മൾ ചർച്ചയില്ല. അവരിങ്ങനെ എന്താ പറയുക, പാരമ്പര്യമായിട്ട് ഞങ്ങളാണ് ആ ലീഗിൻ്റെ തുടർച്ച, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇത്രാം വാർഷികം, അവർ പറയുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. അത് പുതിയതാണ്, മുസ്ലിം നിന്ന് വേർപിരിഞ്ഞു പോയതാണ്. അതുപോലെ ഇവിടെ SDPI പ്രവർത്തിക്കുന്നു. അതിൻ്റെ ആളുകളും മുസ്ലിം ലീഗിൻ്റെ ആളുകളായിരുന്നു. പക്ഷേ അവർ പുതിയതാണ്.
അവരും ആ പുതിയ കാലം മുതൽ അവരുടെ പ്രവർത്തനമായിട്ട് ഇങ്ങനെ പോകണം, അത് ആർക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇവിടെ 1989 ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ സെക്രട്ടറിയാണ്. പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദാണ്. 93 കണ്ണിയത്ത് ഉസ്താദ് ലോകത്തോട് ഇവിടെ പറയുന്നത്. 96 ശംസുൽ ഉലമ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടാളും പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ട് വലിയൊരു ഒട്ടേറെ പണ്ഡിത മഹത്തുക്കൾ നിലനിന്ന് ഒരു പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചു പോവുകയാണ്. അതിൽ നിന്ന് 89 6 ആളുകൾ പുറത്തുപോയി പുതിയ സംവിധാനം ഉണ്ടാക്കി സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമ. അപ്പോൾ അത് ആ പുതിയതിൻ്റെ റൂട്ടിൽ തന്നെ പോകണമല്ലോ. ഇപ്പോൾ സംസ്ഥാന ജമിയത്തുൽ ഉലമ ഉണ്ടല്ലോ ഇവിടെ, അവരിങ്ങനെ 100-ാം വാർഷികം ഞങ്ങളാണ് വരക്കൽ മുല്ലക്ക തങ്ങളുടെ തുടർച്ച എന്ന് അവർ പറയുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ചരിത്രപരമായി പിൻബലമില്ല, അത് യാഥാർത്ഥ്യമല്ലല്ലോ. ഇപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്ക്, എങ്ങനെയാണ് ഈ പണ്ഡിത മഹത്തുക്കളായ ആളുകൾ ഒരുമിച്ച് കൂടി എന്താ പറയുക, ഒരു യാഥാർത്ഥ്യമായി ഒന്നിനോടും ബന്ധമില്ലാത്ത ചരിത്രത്തോട് നീതി പുലർത്താത്ത രീതിയിലുള്ള ഈ ഒരു 100-ാം വാർഷികം എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക, എങ്ങനെയാണ് പറയാൻ സാധിക്കുക എന്നുള്ളത് ഇത് ഞങ്ങൾ പുനഃസംഘടിപ്പിച്ചതാണെന്ന് പറയാം. ഞങ്ങൾ സമസ്തയിൽ തന്നെ, ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് പറയാം. ഈ കഴിഞ്ഞ കാലത്ത് വേറെ അത്ഭുതം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാലത്ത് ഈ പറയപ്പെടുന്ന ഈ ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കിയ സുന്നി ജമിയത്തുൽ ഉലമ ഉണ്ടാക്കി പുതിയൊരു പ്രസ്ഥാനത്തിന് രൂപം കൊണ്ട് സമാന്തര പ്രസ്ഥാനം ഉണ്ടാക്കിയ ഇവർ 85-ാം വാർഷികം ഉണ്ടോ? ഇല്ല. 90-ാം വാർഷികം ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. അങ്ങനെ സംഭവം നമ്മൾ കേട്ടിട്ടില്ല. ഇതൊന്നുമില്ലാതെ പെട്ടെന്നൊരു പുതിയ ഒരു 100-ാം വാർഷികം. മാത്രമല്ല, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്ക തങ്ങളുടെ മക്കാമ്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ മക്കാമ്, ഈ അടുത്ത കാലത്ത് ഇവരിൽപ്പെട്ട ആളുകൾ, അതായത് ഈ ഒരു 100-ാം വാർഷികം പ്രഖ്യാപിച്ച ആളുകൾ, അല്ലെങ്കിൽ ഈ പണ്ഡിതന്മാരിൽപ്പെട്ട ആളുകൾ, അവർ അവിടെ മക്കാമിൽ പോയി സിയാറത്ത് ചെയ്യുന്നു. കുറേ മുമ്പൊന്നും കാണാത്തൊരു വിഷയമാണത്. അതൊക്കെ എന്താവട്ടെ, നമ്മൾ പറയുന്നത് 100-ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ചില ഇടപെടലും സംസാരങ്ങളും, എന്താ പറയുക, ചരിത്രത്തോട് നീതി കാണിക്കാത്ത അല്ലെങ്കിൽ ചരിത്രപരമായ യാഥാർത്ഥ്യത്തോടൊരു ബന്ധവുമില്ലാത്ത ചില പ്രഖ്യാപനങ്ങളോ ഒക്കെ നടത്തിയിട്ട് എന്താണിതിലെ കാര്യം എന്ന് മനസ്സിലാകുന്നില്ല. എന്ത് കാര്യമാണിത് കൊണ്ടുള്ളതെന്ന് ശരിക്കും ഇതൊക്കെ നടത്തുമ്പോൾ നമുക്കറിയാം. ഇന്നലെയുള്ള വിഷയം, ഇന്നത്തെ ചരിത്രമാണല്ലോ. ഇതൊക്കെ ഒരു 50-100 കൊല്ലം കഴിയുമ്പോൾ ഒരു ചരിത്രമായിട്ട് ഇവിടെ നിലനിൽക്കുമല്ലോ. ഇപ്പോൾ യാഥാർത്ഥ്യത്തോട് യോജിക്കാതെ ചരിത്രം സമൂഹത്തിന് ഇങ്ങനെ കൈമാറുമ്പോൾ അതിൻ്റെതായ ഒരു പ്രയാസം ഉണ്ടാവില്ലേ? 89 ഈ സുന്നി സമൂഹത്തിനിടയിൽ വളരെ വലിയ വിഘടനവും അല്ലെങ്കിൽ വിഭാഗീയത ഉണ്ടായപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് അതാലോചിച്ച് നോക്ക്. ഇപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞ് യാത്ര നടത്തി. നല്ല കാര്യമാണ്. മനുഷ്യർക്കൊപ്പം, സമൂഹത്തിനൊപ്പം, സമുദായത്തിനൊപ്പം, മനുഷ്യർക്കൊപ്പം എല്ലാ മനുഷ്യരെയും എന്താക്കണം, അവരോട് ചേർത്ത് പിടിക്കണം, സഹജീവികളെ ചേർത്ത് പിടിക്കണം, അവർക്ക് എല്ലാത്തിനോടും കാരുണ്യം കാണിക്കണം. വലിയ സന്ദേശമാണ്. ഞാൻ പറയും, 89 അന്ന് ഉസ്താദുമാർക്കൊപ്പം നിന്നിരുന്നെങ്കിൽ ഈ വലിയ ഒരു വിഭാഗീയത ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു. നമ്മളിപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ് അല്ലേ? ഓരോ പള്ളികളിലും പ്രശ്നങ്ങൾ, കൂക്കുവിളികൾ, അടി പിടി അല്ലേ, കൊലപാതകം വരെ ഉണ്ടായി. പള്ളി മെഹ്റാബിൽ നിന്ന് അടിയുണ്ടായി, മിമ്പറയിൽ നിന്ന് ഖത്തീബിനെ വലിച്ചിട്ടു, അടിയുണ്ടായി, പരസ്പരം സംഘടനമുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങൾ. മഹല്ലുകൾ 2ആയി മാറി, 2 ജുമാ, ഓരോ മഹലിലും സമാന്തര ജുമാ. അതുപോലെ തന്നെ മദ്രസകൾ 2ആയി, മദ്രസ 2ആയി ഭാഗിച്ചു, പള്ളി 2ആയി ഭാഗിച്ചു. ഇങ്ങനെ ഒരുപാട് എണ്ണിയാ തീരാത്ത പ്രശ്നങ്ങൾ. 2 പെരുന്നാൾ, ഇതൊക്കെ കേരളക്കരയിലെ മുസ്ലിം സമൂഹം സാക്ഷിയായ സംഗതിയാണല്ലോ. ഇന്നും അതിൻ്റെ അലയൊലികൾ അങ്ങിങ്ങായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴുണ്ടല്ലോ, ഇഷ്ടം പോലെ ഇപ്പോഴുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്നത്തെ ഒരു വിഭാഗീയതകളുണ്ടായ ഭയങ്കരമായ ഒരു വിപത്ത്, ഒരു പ്രശ്നങ്ങളാണ്. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോന്നിട്ടും ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ചെറിയൊരു രീതിയിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നതിനിടയിൽ 100-ാം വാർഷികം പ്രഖ്യാപിക്കുകയാണ്. സ്വാഭാവികമായിട്ടും യഥാർത്ഥ പാതയിൽ എന്ന് പറഞ്ഞാൽ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ റൂട്ടിൽ, നേതാക്കന്മാരുടെ റൂട്ടിൽ, അതിൻ്റെ പാരമ്പര്യമായ നേതാക്കന്മാർ ഇങ്ങനെ പോന്ന് 100-ാം വാർഷികം ആഘോഷിക്കുന്നൊരു തനതായ യഥാർത്ഥമായ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുമ്പോൾ, നേരെ ഓപ്പോസിറ്റ് സമാന്തരമായിട്ടുണ്ടാക്കി 89-ലുണ്ടാക്കിയ പ്രസ്ഥാനം 100 ആഘോഷിക്കുക എന്നത് അത് ഒരു പണ്ഡിതന്മാർക്ക് യോജിച്ച പണിയല്ല. പണ്ഡിതന്മാർക്ക് യോജിച്ച പണിയേ അല്ല. പുനഃസംഘടിപ്പിക്കുക എന്ന് പറയണമെങ്കിൽ
ഒരു സംഗതി ഇങ്ങനെ ഞങ്ങൾ സമസ്ത പുനഃസംഘടിപ്പിച്ചതാണെന്ന് പറയാം. അങ്ങനെ പുനഃസംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പള്ളി പുതുതായി ഉണ്ടാക്കുക, പിന്നെ നവീകരിക്കുന്ന, രണ്ടല്ലേ? പുനഃസംഘടിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി, 1950 ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി, ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്തോ ആവട്ടെ. അങ്ങനെ അത് തുടക്കം കുറിച്ചു. തുടക്കത്തിൽ കുറേ ആളുകൾ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെയായി, ഒരു സജീവമായ പ്രവർത്തനമൊക്കെയായി. പിന്നെ ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ അതിങ്ങനെ അതിൻ്റെ പ്രവർത്തനമൊക്കെ മന്ദീഭവിച്ചു, മന്ദഗതിയിലായി, അങ്ങനെ പോയി. 10-25 കൊല്ലം കഴിഞ്ഞു, അത് പറ്റേ അബദ്ധമായി, അതിലുള്ള ആളുകൾ കുറേ മരിച്ചു പോയി, അങ്ങനെയൊക്കെ ആയി. പക്ഷേ ആ പ്രസ്ഥാനം നിലനിൽക്കുന്നു, എൻ്റെ പേരിങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഉള്ള ആളുകളൊക്കെ നമ്മൾ 50 രൂപീകരിച്ചതല്ലേ, അതിപ്പോൾ ഒന്നും അല്ലാതായി കിടക്കുകയാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് പുനഃസംഘടിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുനഃസംഘടിപ്പിക്കുക, അത് സ്വാഭാവികമാണ്. അങ്ങനെ പല നാടിലും ചില കമ്മിറ്റികളും ചില സംവിധാനങ്ങളൊക്കെ പുനഃസംഘടിപ്പിക്കലുണ്ട്. അതല്ലല്ലോ. ഇത് 89 ശംസുൽ ഉലമ സെക്രട്ടറിയും കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡൻ്റായിട്ട് നിലനിൽക്കുന്ന വളരെ കൃത്യമായൊരു പ്രസ്ഥാനമാണ് സമസ്ത. 89 അതേ കാലത്ത് തന്നെയാണ് ഒരു പുതിയ പ്രസ്ഥാനം സമസ്ത ഉണ്ടാക്കുന്നത്. 89 AP അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറിയായിട്ട് പുതിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ശംസുൽ ഉലമ നിലനിൽക്കുന്നുണ്ട്, കണ്ണീർ ഉസ്താദ് നിലനിൽക്കുന്നുണ്ട്. ഇന്ന് പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പറയുകയാണെന്ത്, ഞങ്ങൾ ശംസുൽ ഉലമയുടെയും കണ്ണീർ ഉസ്താദിൻ്റെയും പാതയിൽ പിന്തുടരുന്ന സമസ്തയുടെ ആളുകളാണെന്ന് പറയും. ഇത് എത്ര വലിയ വിരോധാഭാസമാണ്! ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? ഇത് ശംസുൽ ഉലമ കണ്ണീർ ഉസ്താദ് നിലനിൽക്കുന്ന അതേ കാലഘട്ടത്തിൽ പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കി, സെക്രട്ടറി പ്രസിഡൻ്റായി, ഒരു സമാന്തര സമസ്ത ഉണ്ടാക്കി, സമസ്തകളുടെ സുന്നി ജമിയത്തുൽ ഉലമ എന്ന് പേരിട്ടു. എന്നിട്ട് ശംസുൽ ഉലമാൻ്റെയും കണ്ണീർ ഉസ്താദിൻ്റെയും വഫാത്ത് ശേഷം പറയാണ് ഞങ്ങൾ ശംസുൽ ഉലമയുടെയും കണ്ണീർ ഉസ്താദിൻ്റെയും പിൻഗാമികളാണെന്ന് പറയാം. ഇതെങ്ങനെയാണ് ഇത് അംഗീകരിക്കപ്പെടുന്നത്? ആലോചിക്കുമ്പോൾ ഒരു ഒത്തുംപിടിയും കിട്ടാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 100ാം വാർഷികം ആഘോഷിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിക്ക് വേണ്ടി ചരിത്രപരമായി ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ഒരു വിഷയത്തെ നമ്മൾ കാണുകയാണ് ഇത് പണ്ഡിതന്മാർക്ക് യോജിച്ചതോ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ചെയ്യേണ്ടതോ ആയ കാര്യമല്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അള്ളാഹു ഖൈറിൻ്റെ പാതയിലായിട്ട് നിലകൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.